നവകേരള യാത്ര എറണാകുളത്തെത്തിയപ്പോഴാണ് ശ്രീ പിണറായി വിജയൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ സാധാരണ അഭിമുഖങ്ങളിലെ പതിവ് രാഷ്ട്രീയ കാര്യങ്ങൾ വിട്ട് വളരെ വിശദമായി കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. ഈ ഒരു അഭിമുഖം എങ്ങനെ തുടങ്ങണം എന്നൊരു ആലോചനയിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങ് എറണാകുളത്തെ പൗരപ്രമുഖന്മാരുമായിട്ട് ഒരു സംവാദമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കേട്ട ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. വികസനം എന്ന പദം വളരെ സംശയാസ്പദമായിരിക്കുന്നു. കേരളത്തിൽ വികസന സംബന്ധികളായ ഏത് പദ്ധതിയും ഏത് ചർച്ചയും പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുജനം ഇപ്പോൾ ഒരു സംശയത്തോടെ നോക്കിക്കാണുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കേരളത്തിന് ഈ ഒരു വികസനം എന്ന പദത്തെ ഇത്രമാത്രം സംശയകരമായിട്ട് അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് സമീപിക്കുന്നത് ആശാസ്യമാണ്. അത് നമ്മുടെ നാടിൻ്റെ അനുഭവം ഈ വികസന കാര്യങ്ങൾ വലിയ തോതിൽ പ്രഖ്യാപിക്കുക എന്നല്ലാതെ ഒന്നും പ്രാവർത്തികമാകുന്നില്ല. അതുകൊണ്ട് ഈ വികസനമെന്ന് പറയുന്നു അതൊന്നും നടപ്പാവുന്നതല്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഗ്യാസ് അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം, LNG ടെർമിനൽ ഇവിടെ സ്ഥാപിച്ച് കൊച്ചിയിൽ സ്ഥാപിച്ച് ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ പോകേണ്ടതാണ്. പക്ഷേ നമുക്കിതേവരെ ഒന്നും ആരംഭിക്കാനായിട്ടില്ല. എന്നാൽ നമ്മുടെ കൂടെ പദ്ധതിക്ക് വിഭാവനം ചെയ്ത ഗുജറാത്ത് പോലെ സംസ്ഥാനം നേരത്തെ തന്നെ അത് അനുഭവിച്ചു തുടങ്ങി പദ്ധതി സ്ഥാപിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വരുത്തുന്ന കാലവിളംബത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മെട്രോ, കൊച്ചി മെട്രോ അത് പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങളെടുക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു തട്ടിക്കൂട്ടി ട്രയൽ റൺ ഉദ്ഘാടനം നടന്നതായിട്ട് കാണും. ട്രയൽ റൺ അതിൻ്റെ സാങ്കേതികമായി അവർ നടത്തേണ്ട കാര്യമാണ്. അതിന് സംസ്ഥാന മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഒന്നും കാര്യമില്ല. എന്നാൽ ഇപ്പോൾ അത് ഒന്നും പൂർത്തിയാകാതെ തന്നെ ഉദ്ഘാടനം നടത്താനുള്ള പരിപാടിയിലാണെന്നാണ് കേൾക്കുന്നത്. ട്രയൽ റൺ ഉദ്ഘാടനം വെച്ച് തന്നെ ഒരു പരിഹാസ്യം. എവിടെ എത്താതെ ഉദ്ഘാടനം നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ സ്മാർട്ട് സിറ്റി അത് ഉദ്ദേശിച്ചതിൻ്റെ അടുത്ത് പോലും എത്തുന്ന ലക്ഷണമില്ല. പക്ഷേ ഏതോ തീയതി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൻ്റേതും ഉദ്ഘാടനം നടത്താൻ പോകുന്നു. ശരിയായി നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കുക, അത് മറ്റു തരത്തിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആത്മാർത്ഥയോടെയല്ല എന്ന് പൊതുജനം കരുതുന്നതിനിടയാക്കുന്നുണ്ട് ഇത്തരം പല പ്രശ്നങ്ങളും. ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കൽ കേരളത്തിലൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ ഒരു തുണ്ട് ഭൂമി ഏത് വികസന പദ്ധതിയുടെ പേരിലായാലും കൈവിട്ടു പോകുന്നത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവന് അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വില ലഭ്യമാകാത്തതും ഒക്കെയാണ് കാരണം. ഇപ്പോൾ നിലവിലുള്ള കാലഹരണപ്പെട്ട നിയമങ്ങളാണെന്നും പറയാം. ഇക്കാര്യത്തിൽ CPMൻ്റെ ഒരു നിലപാട് മാറ്റം ഉണ്ടാകും. അതായത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃഷിക്കാർക്ക്, ഭൂമി ഉടമസ്ഥർക്ക് ന്യായമായും പ്രശ്നങ്ങളുണ്ടാകും, പരാതികളുണ്ടാകും. നമ്മുടെ ആവശ്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അത് നാടിൻ്റെ പൊതു ആവശ്യമാകുമ്പോഴാണല്ലോ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ഇടപെടേണ്ടി വരുന്നത്. ആ കാര്യം അവരുടെ അടുത്ത് ശരിയായി എത്തിക്കണം. അങ്ങനെ വന്നാൽ അവർ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പ് നൽകുന്നത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരമാണ്. പിന്നെ ചിലരെ പുനരുദ്ധരിപ്പിക്കലുണ്ടാകും, ആ പുനരുദ്ധരിപ്പിക്കൽ നടത്തണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ എല്ലാം കൂടി ഒരു പാക്കേജായിട്ട് വരും. അങ്ങനെയെല്ലാം വന്നാൽ പ്രയാസമില്ലാതെ നാട്ടുകാർ സഹകരിച്ചു കൊണ്ട് വരും. മറ്റൊരു കാര്യം, ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചില റിസർച്ചുകൾ നടത്തുന്നതിനിടയ്ക്കാണ് പഴയൊരു പത്ര കട്ടിങ് കയ്യിൽ പെട്ടത്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്.
1988 ദേശാഭിമാനിയുടെ ഒരു കട്ടിങ്ങാണ്. 88 ഫെബ്രുവരി 22. ഇതാണ് അങ്ങ് തന്നെ കാണാം. കമ്പ്യൂട്ടർ വൽക്കരണം പാടില്ല നയനാർ എന്ന തലക്കെട്ടിലാണ് വരുന്നത്. ചോദ്യം അതല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം IT ഉൽപ്പാദനത്തിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും പുറകിലാകുന്നു, IT ഔട്ട്പുട്ട് കുറയുന്നു. അപ്പോൾ CPM മാറിക്കഴിഞ്ഞു അവിടെ നിന്ന് ഇവിടം വരെ. എൻ്റെ ചോദ്യം, CPM എത്രത്തോളം മാറിക്കഴിഞ്ഞു? ഇനി ഏതറ്റം വരെ പോകും ഈ മാറ്റം? ഇതിപ്പോൾ ഈ നിങ്ങളിപ്പോൾ തന്ന പത്ര കട്ടിങ് തന്നെ അന്നത്തെ ഘട്ടത്തിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബെഫിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു സമ്മേളനമാണിത്. അപ്പോൾ കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഭാഗമായി ചിലരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നൊരു പ്രശ്നം അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ സംഘടന എതിർക്കാനിടയായത്. ആ യോഗത്തിൽ സഖാവ് നായനാർ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. എന്നാൽ അന്ന് തന്നെ നായനാർ പറയുന്നുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില അത്യാവശ്യ മേഖലകളിൽ കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തും. കമ്പ്യൂട്ടർ എല്ലാവരുടെയും ഉപയോഗിക്കില്ല എന്നല്ല പറഞ്ഞത്, തൊഴിലവസരം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഉപയോഗിക്കരുതെന്നാണ്. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. തൊഴിലവസരത്തെ ഒന്നും കമ്പ്യൂട്ടറിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്ന നില വരുന്നില്ല. കമ്പ്യൂട്ടർ ഇപ്പോൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നില്ലേ. പഴയതുപോലെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് കാര്യങ്ങൾ നടത്തലല്ല. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ കമ്പ്യൂട്ടറും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും അതിന് മാൻ പവർ വേണമെന്നുള്ള അവസ്ഥയും വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. അത് അന്ന് സഖാവ് നായനാർ തന്നെയാണ് മുഖ്യമന്ത്രി. അത് ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം അങ്ങനെയുള്ളത്. എന്നാൽ നമ്മൾ പിന്നെ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അവർക്കതിൽ നമ്മളെക്കാളും കൂടുതൽ വിജയം നേടാനും കഴിയും. അപ്പോൾ നമുക്ക് ഇനിയും അവസരമുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. സ്റ്റാർട്ടപ്പുകളാണ്. കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ തന്നെ കുട്ടികൾ കമ്പനികൾ സ്ഥാപിച്ചതിൻ്റെ CEO-മാരാകുന്നു. തൊഴിലാളിയും പുതിയൊരു തൊഴിൽ സംസ്കാരം വരുന്നു. ഒരുപാട് നൂതനമായ ആശയങ്ങൾ വരുന്നു. സ്റ്റാർട്ടപ്പുകളാണ് ഇനി ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കാവുന്ന തരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചുള്ള ഒരുപാട് പിറകിലാണ്. ഈ സ്റ്റാർട്ടപ്പുകളെ ഏത് തരത്തിൽ? സ്റ്റാർട്ടപ്പുകൾ നല്ല കാര്യമാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് കാര്യമായ സഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. അതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പ നൽകുന്നതിനൊക്കെ സർക്കാർ ബാങ്കുകൾ മടിച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ട് പലതിനും. ഞങ്ങൾ സഹകരണ ബാങ്കുകളും അത്തരം വായ്പകൾ നൽകണം എന്ന നിർദ്ദേശമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില സ്റ്റാർട്ടപ്പുകൾ വൻ കമ്പനികളായിട്ട് തന്നെ മാറുന്ന അവസ്ഥ ഇതിനകം വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമാണ്. ഈ CPM-ൻ്റെ അച്ചടക്കത്തിൻ്റെ ഒരു ഇരുമ്പ് മറ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഉള്ളൊരു പാർട്ടിയുമാണ്. അവിടെ ഈ ഫേസ്ബുക്ക് പോലെയുള്ള കാര്യങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൻ്റെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇതിൻ്റെ സ്വാധീനം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പോൾ CPIM-ൻ്റെ സംഘടനാ ചിട്ട വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങളിൽ എല്ലാ തരക്കാരുമുണ്ട്. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും CPM-നില്ല. അവരുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് CPM കാണുന്നത്. ഇതിൻ്റെ ഒരു മറുപതിപ്പായിട്ട് ഫേസ്ബുക്കിനെ കാണുകയുള്ളൂ. ജനങ്ങളുടെ പ്രതികരണങ്ങൾ അതേപോലെ ഫേസ്ബുക്കിൽ വരും. അവർക്ക് തോന്നുന്ന പ്രതികരണങ്ങൾ വന്നു വരും. ചിലപ്പോഴെങ്കിലും അത് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കാറില്ല. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നല്ല നിലക്ക് തന്നെ ശ്രമിക്കുന്ന പാർട്ടി സഖാക്കളുണ്ട്. അത് പാർട്ടിയുടെ ആശയങ്ങൾ മറ്റാളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി നാട്ടിൽ വർത്തമാനത്തിലൂടെ നടത്തുന്ന പ്രവർത്തനം ഫേസ്ബുക്കിലൂടെ നടത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടത്തുന്നത് നല്ലതാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങ് ഈ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇല്ല, കാരണം വാട്സപ്പിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതെ, ഫേസ്ബുക്കിലൂടെയും ഏത് രാഷ്ട്രീയ സംഭവങ്ങളുണ്ടായാലും അത് വിവാദമായാലും അല്ലെങ്കിലും അപ്പോൾ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നത്. അതെ ശരിയാണ്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല. SFI ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. പക്ഷേ സമരത്തിൻ്റെ രീതികളിൽ വന്ന ചില മാറ്റങ്ങൾ, TP ശ്രീനിവാസനെ തല്ലിയത് ഉൾപ്പെടെയുള്ളവ ഈ സമരത്തിൻ്റെ കാതലായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് SFI ഇങ്ങനെ മതിയോ?
അല്ല, SFI ശരിയായ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അത്തരത്തിൽ ഒരു പെരുമാറ്റം SFI പോലുള്ള സംഘടനകളിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രത്യേകത. ശ്രീനിവാസന് നേരെ കയ്യേറ്റം നടന്നു എന്നത് ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങളും കണ്ടത്, പൊതുസമൂഹവും കണ്ടത്. SFIയും അത് ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ട്, അതുകൊണ്ടാണ് SFI അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായത്. സംഘടനാ നടപടി അവരെടുത്തു. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്ന ഈ കാലത്ത് സംഘടന എങ്ങനെ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയാണ് SFI കാട്ടിയത്. അപ്പോൾ ഇത് തുടർന്നും ജാഗ്രത പാലിക്കാൻ ഉള്ള ഒരു സ്ഥിതിയാണ് വരുത്തുന്നത്. ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 20% പേര് 60 വയസ്സിന് മുകളിലുള്ളവരായി മാറുന്നു എന്നൊരവസ്ഥയുണ്ട്. അപ്പം പ്രായമായവർ, ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നവർ, സാമ്പത്തിക പരാധീനതകളുള്ളവർ, ഇത്തരം ഇഷ്യൂസിനെ കുറിച്ച് CPMൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അടുത്ത ഒരു 10-15 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഓരോ പ്രദേശത്തും ഈ ഒറ്റപ്പെട്ട രീതിയിൽ താമസിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒറ്റപ്പെടലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനൊരു കൂട്ടായ്മയാണ് വേണ്ടത്. അതിന് സർക്കാർ മുൻകൈയെടുത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുഖേന ചില സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റും. അതിൽ ചിലത് ഈ പകൽ വീട് പോലെയാകാം. എല്ലാവരും ഒന്നിച്ച് വന്ന് അവിടെ കുറേ സമയം ചെലവഴിച്ചു പിന്നെ തിരിച്ചു പോകുന്ന നിലയാകാം. ഒറ്റക്ക് താമസിക്കാൻ പ്രയാസമുള്ളവരുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. സാധാരണ സൗകര്യങ്ങളോടുകൂടിയ താമസ സ്ഥലം, മറ്റ് ഒരു തരത്തിലുള്ള ഒറ്റപ്പെടലും അനുഭവപ്പെടാത്ത തരത്തിൽ അതും നമുക്ക് ഓരോ പ്രദേശത്തും ഇനി വേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ ഈ അവരും കുടുംബങ്ങളും എല്ലാം ഇതിനെ സഹായിക്കുന്ന നിലയുണ്ടാകും. നല്ല സ്ഥാപനങ്ങളായിട്ട് അത് നിലനിർത്തിക്കൊള്ളാൻ പറ്റും. ഈ വിഷയത്തിൽ നിന്ന് മാറി ചോദിക്കുകയാണ്, മാധ്യമങ്ങളും പൊതുജനവും അല്ലെങ്കിൽ പൊതുസമൂഹവും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു പിണറായി വിജയൻ വല്ലാതെ മാറിയെന്ന്. കൂടുതൽ ആ കർക്കശക്കാരൻ്റെ ഒരു മുഖഭാവം വിട്ട് കുറേ കൂടി ചിരിക്കുന്ന ഒരു പുതിയൊരു പ്രതിച്ഛായയിലേക്ക് എത്തുന്നുവെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? ബോധപൂർവ്വം അങ്ങനെ ശ്രമമുണ്ടോ? അതങ്ങനെയല്ല. അത് എന്നോടുള്ള മാധ്യമപ്രവർത്തകരുടെ മനോഭാവം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് തോന്നുന്നതാണത്. അത്രയേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല.